രോഗികൾ കൂടെയാണ്. സാധാരണക്കാർക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവരവിടെ പോകുന്നു. എല്ലാ റഫറൽ ഇവിടെ വരുന്നു. നിങ്ങളൊക്കെ ഒന്ന് പോയി ആ വാർഡുകളൊന്ന് നോക്കണം. കയറി ചെല്ലാൻ പറ്റത്തില്ല, മൂട്ട വരെ ഉണ്ട്. അതിനപ്പുറം ഒരു ഗ്രാഹ്യമല്ല. വീണ ജോർജൊക്കെ ഒരു പത്രപ്രവർത്തകയായിരുന്നു. സാധാരണ രീതിയിൽ ഇതൊക്കെ അറിയേണ്ടതാണ്. അത് മന്ത്രിമാരായ പിന്നെ അവർക്ക് അതൊന്നും അറിയണ്ട. അവർ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഇവിടെ 55,000 കുട്ടികൾ പോയേക്കാണ്. അവരൊന്നും ഇവിടെ അപേക്ഷിക്കുന്നത്. പ്രൊഫഷണൽ അല്ലാത്ത കോഴ്സുകളുണ്ടല്ലോ, അതിലൊക്കെ 2 ലക്ഷം 2.5 ലക്ഷം ഉള്ളതിൽ 80,000 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. ബിന്ദു എന്ന് പറയുന്ന ഒരു കോളേജ് പ്രിൻസിപ്പളായിട്ടിരുന്ന ആളാണ്, മനസ്സിലായോ? അതും PhD എടുത്ത ആളെന്നാണ് അവരുടെ പ്രസ്താവന. ഒരു കേട്ടല്ല, എൻ്റെ തലയിൽ ഞാൻ എൻ്റെ വീട് വേറെ പറയുമോ ടേക്ക് മൈ ഹൗസ് ഇൻ ഹെഡ്. അവരെന്താണ് പറയുന്നത്? ഈ ആരോഗ്യമേഖല നമ്മൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് ചെന്ന് നോക്കണം. ചെന്ന് നോക്കിയാൽ നമുക്കൊരു രോഗിയും കൊണ്ട് അങ്ങോട്ട് കടന്നു ചെല്ലാൻ പറ്റില്ല. ആ വാർഡുകളിൽ അവർക്ക് ഇരിക്കാനുള്ള ഇടമില്ല. രോഗികൾക്ക്, അതായത് ക്രിട്ടിക്കലുള്ള രോഗികൾക്കും ഒരു ബെഡ് കിട്ടുന്നില്ല. നമ്മളെ ഉള്ള കുട്ടികൾ ഇപ്പം പലയിടത്തും ഇങ്ങനെ പരകായ പ്രവേശനം നടക്കുകയാണ്, ഓടി നടക്കുകയാണ്. എത്രയോ ചെറുപ്പക്കാർക്ക് ഇവിടെ ഒരു തൊഴിലുമില്ല. ഈ സംസ്ഥാന ഗവൺമെൻറ്റിലാണെങ്കിൽ എല്ലാ പിൻവാതിൽ നിയമനാണ്. പിന്നെ നമ്മുടെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് നോക്കുകുത്തിയാണ്, PSC എന്ന് പറഞ്ഞാൽ നോക്കുകുത്തിയാണ്. എല്ലാം പാർട്ടിയായിട്ട് ഏറ്റവും MLA-മാരുടെ ഭാര്യമാർക്കാണ് കൂടുതലും കിട്ടിയിട്ടില്ല. ഇപ്പോൾ യൂണിവേഴ്സിറ്റികൾ തന്നെ തകർന്നടിഞ്ഞ് കിടക്കുകയാണ്. എന്തോ നമ്മളെ കുട്ടികളുടെ ഭാവി പിന്നെ ഒപ്പിടാൻ വൈസ് ചാൻസലറുടെ പ്രിൻസിപ്പളില്ല. 60 കോളേജുകളിൽ പ്രിൻസിപ്പളില്ല. പ്രിൻസിപ്പൽമാരെന്ന് പറയണേ അവർ ഒപ്പിടണ്ടേ? ഒരു സർട്ടിഫിക്കറ്റ് എന്നാൽ ഒപ്പിട്ട് കൊടുത്തല്ലേ നമുക്ക്. ഇപ്പോൾ പ്രൊഫഷണൽ കോളേജിലാണെങ്കിൽ അവിടെ ഇല്ല, 5 എണ്ണത്തിൽ ഇല്ല. അപ്പോൾ അങ്ങനെ നമ്മളെ ഗവൺമെൻറ് കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ് 8 എണ്ണം ഉള്ളതിൽ 5 എണ്ണത്തിൽ പ്രിൻസിപ്പൽമാരില്ല. അത്രയേറെ നമ്മളെ വിദ്യാഭ്യാസം കുത്തഴിഞ്ഞടക്കുകയാണ്. ഇവർ പറയുന്നത് ഭയങ്കര പിള്ളേരെല്ലാം, അതായത് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഇവിടെ 55,000 കുട്ടികൾ പോയേക്കാണ്. അവരൊന്നും ഇവിടെ അപേക്ഷിക്കുന്നത്. അതിനിപ്പം നമ്മൾ ഇതുണ്ടല്ലോ, പ്രൊഫഷണൽ അല്ലാത്ത കോഴ്സുകളുണ്ടല്ലോ, അതിലൊക്കെ 2 ലക്ഷം 2.5 ലക്ഷം ഉള്ളതിൽ 80,000 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. കുട്ടികൾക്ക് ഒന്നും താല്പര്യമില്ല. കാരണം ഇവിടുത്തെ വേണ്ടാത്തെന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ യൂണിവേഴ്സിറ്റികളിൽ എന്നും സമരം, അവർ സമരം BC മുതൽ കാര്യമില്ല. കാരണം നമ്മളെ വിദ്യാഭ്യാസം ഇപ്പം 10ാം ക്ലാസ് വരെ എഴുത്തും വായന അറിയാത്ത പിള്ളേരാണ് ജയിച്ചു വിടുന്നുണ്ട്. ജയിപ്പിച്ചൊന്നും വിടുകയാണ് ചെയ്താൽ അവർക്ക് അക്ഷരങ്ങൾ കൂട്ടി വായിക്കാനോ ഒന്നും അറിയില്ല. 10ാം ക്ലാസ് പാസ്സായ കുട്ടികളുടെ കാര്യമാണ്. ഞങ്ങളെ കാലഘട്ടത്തിൽ 4ാം ക്ലാസ്സിലൊക്കെ ഞാനൊക്കെ സൂപ്പറായിട്ട് പത്രം വായിക്കുമായിരുന്നു. ഇന്ന് 10ാം ക്ലാസ്സിലുള്ള കുട്ടികളുടെ കൂട്ടി എഴുതാൻ പറഞ്ഞാണ് അറിയില്ല. അങ്ങനെയാണ് നമ്മളെ വിദ്യാഭ്യാസത്തിൽ തരിപ്പണായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കുട്ടികൾ എങ്ങനെയും ഉള്ള വസ്തു വിറ്റിട്ടായാലും നമ്മളെ വിദ്യാഭ്യാസ മന്ത്രി 2 വിദ്യാഭ്യാസം അറിയാനല്ല ഒരാളിനെ പറ്റി. അത് മനുഷ്യന് എനിക്ക് ഇപ്പം സംസാരിക്കുമ്പോൾ ചിലപ്പോൾ പിശകുകൾ വരും, നമ്മളെ പ്രായത്തിൻ്റെ. അതുകൊണ്ട് ശിവൻകുട്ടിയെ വിടാം. അതേപോലെയല്ല മറ്റേ ബിന്ദു എന്ന് പറയുന്ന ഒരു കോളേജ് പ്രിൻസിപ്പളായിട്ടിരുന്ന ആളാണ്, മനസ്സിലായോ? അതും PhD എടുത്ത ആളെന്നാണ് അവരുടെ പ്രസ്താവന. ഒരു കേട്ടല്ല, എൻ്റെ തലയിൽ ഞാൻ എൻ്റെ വീട് വേറെ പറയുമോ ടേക്ക് മൈ ഹൗസ് ഇൻ ഹെഡ്. അവർ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്ത ഒരാൾ പറയാൻ പാടില്ല. എനിക്ക് വരാം, ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറല്ല, ഞാൻ സാധാ ഒരു ആളാണ്. എനിക്ക് പറയാൻ, വേറെ ഉള്ളവർക്ക് പറയാം. പക്ഷേ PhD എടുത്ത ആൾ അങ്ങനെ പറയുമ്പോഴത്തേക്ക് അതിൽ നമുക്ക് അത് എത്ര തന്നെ സംശയമാണ്. അത് ഈ നമ്മളെ ഈ ജോർജ് കുളമയാണ്, സന്തോഷം പുള്ളി പറഞ്ഞതെന്ന് അറിയാം. അയാളെ മകനോ കണ്ട മറ്റേ നാഷണൽ സ്കൂളിൽ പഠിച്ച് പിന്നെ ഇന്ത്യൻ ബാച്ചിലർ എന്ന് പറയണം. ആ കുട്ടിക്ക് ഇവിടെ ഒരു MG യൂണിവേഴ്സിറ്റിയിൽ അങ്ങോട്ട് അഡ്മിഷൻ കൊടുത്തിട്ട് അത് തള്ളി. കാരണം അതിവിടെ പഠിപ്പിക്കുക ആ കോഴ്സ് ഇവിടെ അല്ലെന്ന്. അപ്പോൾ അയാൾ പറയണത് ഇവിടുത്തെ BC ഉൾപ്പെടെയുള്ളവന്മാർക്ക് പിന്നെ ഈ നാഷണൽ ഇന്ത്യൻ ബാച്ചിലർ എന്ന് വെച്ചാൽ അറിയില്ലെന്നാണ് പറഞ്ഞത്. അതുപോലെയുള്ള കിഴങ്ങന്മാരാണ് നമ്മളെ യൂണിവേഴ്സിറ്റികളിൽ രജിസ്ട്രാർമാരും BC-ആരും രാഷ്ട്രീയത്തിൽ കൂടെ കയറിയാണ്. സിൻഡിക്കേറ്റുകാർ തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്നും നടക്കും. കേരള യൂണിവേഴ്സിറ്റിയിൽ സിൻഡിക്കേറ്റുകാർ എന്ന് പറഞ്ഞാൽ ഒരു അധമന്മാർ ഉള്ള പറയാണ്. ആ അധമന്മാരാണ് ഈ പിന്നെ യൂണിവേഴ്സിറ്റികൾ നിയന്ത്രിക്കുന്നത്. ആദ്യം അത് മാറണം. വിവരമുള്ളവർ കയറട്ടെ. സിൻഡിക്കേറ്റ് മെമ്പറായാൽ പോലും അവർ അന്യായങ്ങൾക്ക് ഇപ്പം നമ്മൾ നീറ്റിൻ്റെ കണ്ടില്ലേ, നീറ്റിൻ്റെ എത്ര അവസാന നിമിഷം പ്രോസ്പെക്ടസ് മാറ്റാന്ന് വെച്ചാൽ എത്രയോ കുട്ടികളുടെ രക്ഷിതാക്കൾ എന്തുമാത്രം പാടുപെടുന്നു. അതൊക്കെ നമ്മൾ ചിന്തിക്കണ്ടേ? ഒരു പിന്നെ തലയിൽ പിന്നെ മണ്ണാങ്കട്ടയുള്ള കുറേ മന്ത്രിമാരും
മുഖ്യമന്ത്രി. കഴിഞ്ഞ മന്ത്രിസഭയിൽ വിവരമുള്ളവരുണ്ടായി, ഇപ്പം അങ്ങനെ ഇല്ല. എല്ലാവരും മാറി. ഇപ്പോൾ വിവരമുള്ള വീണ ജോർജിന് എന്താണ് ഇരിക്കുന്നത്, അവരെന്താണ് പറയുന്നത്? ഈ ആരോഗ്യമേഖല നമ്മൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് ചെന്ന് നോക്കിയാൽ നമുക്കൊരു രോഗിയും കൊണ്ട് അങ്ങോട്ട് കടന്നു ചെല്ലാൻ പറ്റില്ല. ആ വാർഡുകളിൽ അവർക്ക് ഇരിക്കാനുള്ള ഇടമില്ല. രോഗിക്ക്, അതായത് ക്രിട്ടിക്കലുള്ള രോഗിക്കും ഒരു ബെഡ് കിട്ടുന്നില്ല. സ്ട്രെച്ചറിൽ കൊണ്ട് ട്രിപ്പ് കൊടുക്കുന്നു. ആ രീതിയിൽ നമ്മളെ മെഡിക്കൽ കോളേജുകൾ അങ്ങേയറ്റം താഴ്ന്നു കിടക്കും. സാധാരണക്കാരാണ് അവിടെ പോകുന്നത്. മന്ത്രിമാർക്ക് വിദേശത്ത് പോകാം, അല്ലെങ്കിൽ ഇവിടെ വലിയ ഹോസ്പിറ്റലുണ്ട്, അവർ റീഇംബേഴ്സ്മെൻറ്റ് കിട്ടും. പക്ഷേ വലിയ ഹോട്ടലിൽ നക്ഷത്ര ആശുപത്രികളുണ്ട്. സാധാരണക്കാരന് അവിടെയെങ്കിലും പോകാൻ പറ്റില്ല. അവൻ്റെ വീട് കുടുംബം വിറ്റാൽ പോലും ഒരു ആശുപത്രി കയറി ചെല്ലാൻ പറ്റില്ല. അപ്പം അവർ സാധാരണ ഗവൺമെൻറ് ആശുപത്രികളാണ് സമീപിക്കുന്നത്. ഇവിടുത്തെ 70% രോഗികളും ഇപ്പോൾ ആശ്രയിക്കുന്ന എന്താണ്? പ്രൈവറ്റ് മേഖലയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒന്നാമതെന്ന് പറയുന്നില്ലേ, അവരെ സ്വന്തം പോക്കറ്റിലെ പൈസ എടുത്ത് ചിലവാക്കിയാണ് ഒന്നാമതായിരിക്കുന്നത്. അല്ല ഇവിടുത്തെ മേന്മ കൊണ്ടൊന്നുമില്ല. ഗവൺമെൻറ് ആശുപത്രിയിൽ ഇപ്പം നമ്മൾ നല്ല ഡോക്ടർമാരുണ്ട്, പക്ഷെ അവർക്ക് ഇന്നിതിരിയാൻ ഇടമില്ല. വികസനം, അതായത് മറ്റ് ഭൗതിക സൗകര്യങ്ങൾ കൂടുന്നില്ല. പഴയ കെട്ടിടങ്ങൾ, അതിൽ 400 ഡോക്ടർമാർ വേണ്ടടുത്ത് 200 പേര്. രോഗികൾ കൂടെയാണ്. സാധാരണക്കാർക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവരവിടെ പോകുന്നു. എല്ലാ റെഫറൽ ഇവിടെ വരുന്നു. നിങ്ങളൊക്കെ ഒന്ന് പോയി ആ വാർഡുകളൊന്ന് നോക്കണം. കയറി ചെല്ലാൻ പറ്റത്തില്ല. മൂട്ട വരെ ഉണ്ട്. ഒരു ബെഡിൽ രോഗിയെ കൂടാതെ 2-3 പേര് കിടക്കുന്നു. നിലത്ത് വിരിച്ച്. ഡോക്ടർമാർക്ക് അവരെയൊക്കെ വകഞ്ഞു മാറ്റി വേണം പോകേണ്ട. അത്രയും ഒരു ദയനീയമായ അവസ്ഥയിലാണ് നമ്മൾ ആരോഗ്യമേഖല. എന്നിട്ട് നമ്പർ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നേരത്തെ രാജാവിൻ്റെ കാലം പോലെ നമ്പർ ഉണ്ടായിരുന്നു, ഇല്ലെന്നും പറയണില്ല. അപ്പം ഇപ്പോഴും ഭൗതിക സാഹചര്യങ്ങൾ നമ്മൾ നീടനുസരിച്ച് ഉയരുന്നില്ല. അതൊന്നാമത്തെ കാര്യം. മന്ത്രിമാർക്ക് അതിനെപ്പറ്റി യാതൊരു ധാരണയില്ല. അവരെ പ്രൈവറ്റ് സെക്രട്ടറിയോ PS അല്ലെങ്കിൽ ADS കുട്ടി കൊടുക്കുന്നതാണ് അവർ പറയുന്നത്. അതിനപ്പുറം ഒരു ഗ്രാഹ്യമല്ല. വീണ ജോർജൊക്കെ ഒരു പത്രപ്രവർത്തകയായിരുന്നു. സാധാരണ രീതിയിൽ ഇതൊക്കെ അറിയേണ്ടതാണ്. അത് മന്ത്രിമാരായ പിന്നെ അവർക്ക് അതൊന്നും അറിയണ്ട. അവർക്ക് ആരെഴുതി കൊടുക്കുന്നോ അത് മാത്രം വായിക്കുക. ഞാൻ എന്ത് തെറ്റെഴുതി കൊടുത്താൽ അത് വായിക്കുക. അതാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ശശി തരൂരല്ല, പൊതുവിൽ നമ്മളെ രാഷ്ട്രീയം അങ്ങനെ കുത്തഴിഞ്ഞ് കിടക്കുകയാണ്. മന്ത്രിമാർക്കൊന്നും ജനങ്ങളോട് പ്രതിബദ്ധതയില്ല.